ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമുക്ക് എന്ത് പെർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിലും സെർട്ടൻ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണം. അത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിലും അതിൻ്റെ ആ ലോജിക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെ ഓപ്പറേഷൻസാണ് അതൊക്കെ പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പലാണ്. നമുക്ക് രണ്ട് ഓപ്പറൻസ് തമ്മിൽ സെർട്ടൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ അത് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പലാണ് ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പൈതൻ്റെ കേസ് വരുമ്പോൾ അതിനകത്തുള്ള ലോജിക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ബേസായിട്ട് അല്ലെങ്കിൽ അതിനൊരു ഫൗണ്ടേഷനായിട്ടാണ് ഈ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നത്. അതായത് ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലോജിക്ക് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? അരിത്മെറ്റിക് ഓപ്പറേറ്റർ, കമ്പാരിസൺ ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ബിറ്റ്വൈസ് ഓപ്പറേറ്റർ, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. അപ്പോൾ ഇത്രയും ഓപ്പറേറ്റേഴ്സ് നമുക്ക് നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം അരിത്തമാറ്റിക് ഓപ്പറേഷനകത്ത് നടക്കുന്നത് എന്തൊക്കെയാണ്. അപ്പോൾ അതിനകത്തുള്ള സിമ്പിളായിട്ടുള്ള ബേസിക്കായിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ അറിയാം. അതല്ലാത്തതുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അരിത്തമാറ്റിക് ഓപ്പറേഷൻ ബിറ്റ്വീൻ ടു ഓപ്പറൻസ് ആർ ക്യാരിഡ് ഔട്ട് യൂസിങ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് ഓപ്പറൻസ് തമ്മിൽ ഓപ്പറേഷൻസ് ചെയ്യും. അതിനെയാണ് നമ്മൾ അരിത്മാറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ അരിത്മാറ്റിക് ഓപ്പറേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, പിന്നെ റിമൈൻഡർ കാണാനുണ്ട്, പിന്നെ എക്സ്പോണൻ്റ് ഉണ്ട്, പിന്നെ ഫ്ലോർ ഡിവിഷൻ ഉണ്ട്. ഇതിനകത്ത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു കൺസെപ്റ്റുകളാണ്. പിന്നെ റിമൈൻഡറും ഒരു പരിധി വരെ ഒരുപാട് പേർക്ക് അറിയുന്ന കൺസെപ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ഈ എക്സ്പോണൻറ്റും കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. ഈ ഫ്ലോ ഡിവിഷൻ അറിയാത്തവരുണ്ടായിരിക്കും ഒരുപാട് പേര്. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സാണ് നമ്മളുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്പറേറ്ററും എന്താണ് പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റാണ് അഡീഷൻ. ഓക്കെ, അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 1ാം ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു ലോജിക്കാണ് അഡീഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ച എല്ലാ പ്രോഗ്രാമിങ്ങിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പൈതണിനകത്തും അഡീഷൻ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതായത് രണ്ട് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 10 + 10 ആണെങ്കിൽ എന്താണ് അഡീഷൻ ചെയ്യുമ്പോൾ 20 ആണ് കിട്ടുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആഡ് 2 ഓപ്പറൻസ്. രണ്ട് ഓപ്പറൻസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ a = 10, b = 10, a + b = എന്താണ് 20. അടുത്ത് വരുന്ന ഓപ്പറേറ്ററാണ് സബ്സ്ട്രാക്ഷൻ. എന്തിനാണ് സബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്? ഒരു ഫസ്റ്റ് ഓപ്പറൻറ്റ് കിട്ടും, ഒരു സെക്കൻഡ് ഓപ്പറൻറ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്ന് സെക്കൻഡ് ഓപ്പറൻറ്റ് നമ്മളങ്ങ് മൈനസ് ചെയ്ത് കൊടുക്കുന്നതാണ് സബ്സ്ട്രാക്ഷനകത്ത് നടക്കുന്നത്. ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്താണ്? സെക്കൻഡ് ഓപ്പറൻറ്റിനേക്കാൾ ചെറുതാണെങ്കിൽ, ചെറിയ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവാണ് കിട്ടുക. It is used to subtract the second operand from the first operand. If the first operand is less than the second operand, the value result negative. അതിൻ്റെ റിസൾട്ട് എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാം a = 20 ആണ്, b = 5 ആണ്. അപ്പോൾ റിസൾട്ട് എന്താ കിട്ടുക? a - b എന്ന് പറഞ്ഞാൽ 20 - 5 15 ആണ് കിട്ടുക. ഇനി അടുത്ത ഓപ്പറേറ്ററാണ് ഡിവൈഡ്. ഡിവൈഡ് എന്താണ്? നമുക്ക് രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ മലയാളത്തിൽ ഹരിക്കാം എന്നൊക്കെ പറയില്ലേ. ഇറ്റ് റിട്ടേൺ ദ കോഷ്യൻ ആഫ്റ്റർ ഡിവൈഡിങ് ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് ബൈ ദ സെക്കൻഡ് ഓപ്പറൻറ്റ്. ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്കൊരു കോഷ്യൻ്റാണ് കിട്ടുക. അതായത് ഫസ്റ്റ് ഓപ്പറൻറ്റ് നമ്മൾ സെക്കൻഡ് ഓപ്പറൻറ്റുമായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും, അപ്പോൾ ഒരു കോഷ്യൻ്റ് കിട്ടും. എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്? a 20 ആണെങ്കിൽ b 10 ആണെങ്കിൽ a/b 2 ആണ് കിട്ടുക. ഇനി വരുന്ന അടുത്ത ഓപ്പറേറ്ററാണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ രണ്ട് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 ആണ് ഒരു നമ്പർ കിട്ടിയത്, പിന്നെ 4 ആണ് കിട്ടിയെങ്കിൽ 20 × 4 എന്തായിരിക്കും? 80 ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മൾട്ടിപ്ലൈ വൺ ഓപ്പറൻറ്റ് വിത്ത് ദി അതർ.
ഓക്കെ, ഒരു ഓപ്പറൻറ്റിനെ മറ്റു ഓപ്പറൻറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് റിമൈൻഡർ. റിമൈൻഡർ ഒരുപാട് പേർക്ക് അറിയായിരിക്കും, പക്ഷേ ചില ആളുകൾക്ക് പലപ്പോഴും ഒരു ബിലോ ആവറേജ് ആളുകൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കൺസെപ്റ്റാണ് ഈ റിമൈൻഡർ എന്ന് പറയുന്നത്. എന്താണ് റിമൈൻഡർ? നമ്മൾ ഒരു ഡിവിഷൻ ചെയ്യുകയാണ്, ഒരു ഫസ്റ്റ് ഓപ്പറൻറ്റും സെക്കൻഡ് ഓപ്പറൻറ്റും വെച്ചൊരു ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊരു കോഷ്യൻ്റ് നമുക്ക് കിട്ടും. നമ്മൾ ഹരിക്കുമ്പോൾ മേലെ കിട്ടുന്ന ആ നമ്പർ, അതിൻ്റെ താഴെ ചിലപ്പോഴൊക്കെ ഒരു നമ്പർ കിട്ടാറുണ്ട്, റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഈ ഒരു റിമൈൻഡർ ഓപ്പറേഷൻ്റെ മീനിങ്. അതായത് ശിഷ്ടം എന്നൊക്കെ പഠിച്ചില്ലേ നിങ്ങൾ, അതാണ് റിമൈൻഡർ. ഇറ്റ് റിട്ടേൺ ദ റിമൈൻഡർ ആഫ്റ്റർ ഡിവൈഡിങ് ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് ബൈ ദ സെക്കൻഡ് ഓപ്പറൻറ്റ്. ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. എ ഈക്വൽ ടു 20 ആണെങ്കിൽ ബി ഈക്വൽ ടു 10 ആണ്. എ മോഡുലസ് ബി എന്ന് പറയുന്നത് 0 ആണ്. അതിൻ്റെ കേസിൽ അതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, 15 അതെല്ലാം നമുക്ക് വേറെ നോക്കാം. അപ്പോൾ വേണ്ട, ഇങ്ങനെ തിരിച്ച് ചെയ്യാം. 5/10 ആണെങ്കിൽ എങ്ങനെയാണ് വരിക? അതായത് ചെറിയ സംഖ്യയാണ് ഫസ്റ്റ് ഓപ്പറൻറ്റ് കൊടുത്ത്, വലിയ സംഖ്യയാണ് അതിൻ്റെ സെക്കൻഡ് ഓപ്പറൻറ്റായിട്ടാണ് കൊടുത്തില്ലെങ്കിൽ 5/10 ചെയ്യും. അപ്പോൾ റിമൈൻഡർ എന്താ കിട്ടുക? 2 ആണ് കിട്ടുക അല്ലേ? അതായത് 5നെ ചെയ്യുമ്പോൾ നമ്മൾക്കൊന്നും ആദ്യം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ 0 ഇടും, പിന്നെ നമ്മൾ അപ്പുറത്ത് 0 ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ 2 ആണ് അവിടെ റിമൈൻഡർ കിട്ടുക. പിന്നെ വരുന്നതാണ് എക്സ്പോണൻറ്റ്. എക്സ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആസ് ഇറ്റ് കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ഓപ്പറൻസ് പവർ ടു ദ സെക്കൻഡ് ഓപ്പറൻറ്റ്, ഇറ്റ് ഈസ് ആൻ എക്സ്പോണൻറ്റ് ഓപ്പറേറ്റർ. നമ്മളൊരു ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ പവറായിട്ട് സെക്കൻഡ് ഓപ്പറൻറ്റ് കൊടുക്കും, അതാണ് എക്സ്പോണൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുക. അപ്പം റിസൾട്ട് എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ 2⁻3 ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ എന്താ അതിൻ്റെ റിസൾട്ട് കിട്ടുക? 2 × 2 × 2. അപ്പോൾ 2 × 2 4, 4 × 2 8. അതിൻ്റെ റിസൾട്ട് എന്താ കിട്ടുക? 8 ആണ് റിസൾട്ട് കിട്ടുക. അപ്പോൾ 2⁻3ൻ്റെ റിസൾട്ട് കിട്ടുക 8 ആണ് കേട്ടോ. അങ്ങനെയാണ് എക്സ്പോണൻറ്റ് ഓപ്പറേറ്റർ ചെയ്യുക. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വരുന്ന ഒരു ഓപ്പറേറ്ററാണ് ഫ്ലോർ ഡിവിഷൻ. എന്താണ് ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 15/4 ചെയ്യുകയാണ് എങ്കിൽ 15/4 ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും 3.75 നോക്കിക്കാരം. പക്ഷേ നമുക്കത് ഫ്ലോർ ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും? അതിൻ്റെ ബേസിലേക്ക് എടുക്കും. അതായത് ആ 0.75 മാറ്റി ആ 3 എടുക്കും. അപ്പോൾ റിസൾട്ട് എന്താ കിട്ടുക? 3 ആണ് കിട്ടുക. മനസ്സിലായോ എന്താണ് ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ ഈ ഫ്ലോട്ടിംഗ് വാല്യൂ ആയിട്ടൊക്കെ റിസൾട്ട് വരുന്ന ഇൻറ്റീജറിൻ്റെ കേസുകൾ, ഇൻറ്റീജർ ഡിവിഷൻ്റെ കേസിൽ നമുക്ക് ഇൻറ്റീജറാണ് റിസൾട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3.75 എന്നുള്ളത് അതിൻ്റെ ഫ്ലോറിലേക്ക് മാറ്റും, അതായത് ബേസ് വാല്യൂയിലേക്ക് മാറ്റിയിട്ട് 3 എന്നാക്കി മാറ്റും. ഓക്കെ, അങ്ങനെയാണ് ഈ ഫ്ലോർ ഡിവിഷൻ ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ് ദ കോഷ്യൻസ് ഫ്ലോർ വാല്യൂ വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ 2 ഓപ്പറൻറ്റ്സ്. കോഷ്യൻ്റ് എന്താണോ കിട്ടുന്നത് അതിൻ്റെ ഫ്ലോർ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പൈതൺ ഓപ്പറേറ്റേഴ്സാണ്. അതിനകത്ത് ഒരുപാട് ടൈപ്പുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മളുടെ പ്രോഗ്രാമിങ്ങിനകത്ത് അതിൻ്റെ ലോജിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓരോ ടൈപ്പുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.